പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ നേട്ടങ്ങളും സന്തോഷങ്ങളും, അതുപോലെ തന്നെ പല അപകടങ്ങളിൽ നിന്നൊക്കെ നാം രക്ഷപ്പെട്ട് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ പല ഘടകങ്ങളുമുണ്ട്. അതിലൊന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥനക്കപ്പുറം മറ്റുള്ള ആരോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളും നേട്ടങ്ങളും, അതുപോലെ തന്നെ അപകടങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെടുന്ന പല അവസ്ഥാവിശേഷങ്ങളൊക്കെ. നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പല വിഭാഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ അനുഗ്രഹീതരായ മലക്കുകളാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹീതരായ മലക്കുകളുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്തായ ഒരു നേട്ടമായി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ആരാണ് മലക്കുകൾ എന്ന് നമുക്കറിയാം. ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അള്ളാഹുവിനോട് ഒരിക്കലും അനുസരണക്കേട് കാണിക്കാത്ത, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ അവരോട് കൽപ്പിച്ചത് അത് കൃത്യമായി പ്രാവർത്തികമാക്കുന്ന, ഒരു തെറ്റും ചെയ്യാത്ത, നിരന്തരമായി അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വിശിഷ്ടരായ, ഉത്കൃഷ്ടരായ, അനുഗ്രഹീതരായ ആ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമെന്നതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആർക്കാണ് ആ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഗാഫിറിലെ 7-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന ആളുകൾക്ക് വേണ്ടി, തൻ്റെ തെറ്റുകുറ്റങ്ങൾ റബ്ബിനോട് ഏറ്റുപറയുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിന് അനുഗ്രഹീതരായ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ്. നമുക്കറിയാം, അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു, അള്ളാഹുവിൻ്റെ സിംഹാസനം വഹിക്കുന്നവരും അതിന് ചുറ്റുമുള്ള അനുഗ്രഹീതരായ മലക്കുകൾ യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും വയുഅ്മിനൂന ബിഹി, അവനിൽ വിശ്വസിക്കുകയും വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുന്നു എന്നാണ്. അവർ നടത്തുന്ന ഇസ്തിഗ്ഫാർ അള്ളാഹു പറയുന്നുണ്ട്, റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മ, ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ കാരുണ്യവും നിന്റെ അറിവും എല്ലാത്തിനെയും മേൽ വിശാലമായിരിക്കുന്നു. ഫഗ്ഫിർ ലില്ലദീന താബു വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. ഫഗ്ഫിർ ലില്ലദീന താബു, അള്ളാഹുവേ, നിന്നോട് പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. വത്തബഉ സബീലക, നിന്നെ പിൻപറ്റുന്ന ആളുകൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വഖിഹിം അദാബൽ ജഹീം, ജ്വലിക്കുന്ന നരക ശിക്ഷയിൽ നിന്ന് അവരെ നീ കാത്തു സംരക്ഷിക്കുകയും ചെയ്യണേ നാഥ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്! ആരാണ് പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിന് അനുഗ്രഹീതരായ മലക്കുകൾ. ആ മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്നതിൽ ഒരു സന്ദേഹവുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരം ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കുക, ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹീതരായ മലക്കുകൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുമെന്നാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എടുത്തു നോക്കിയാൽ ധാരാളം വിഭാഗം ആളുകളുണ്ട്. ഒന്ന്, സമ്പത്ത് ചെലവ് ചെയ്യുന്ന ആളുകൾക്ക് പ്രവാചകൻ പറയുന്നുണ്ട്, എല്ലാ രാവിലെയും വൈകുന്നേരവും 2 വിഭാഗം മലക്കുകൾ ഭൂമിയിലേക്ക്, വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് അതിലൊരു വിഭാഗം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ഉഅ്തി മുൻഫികൻ ഖലഫ, അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്ന ആളുകൾക്ക് നീ പകരം നൽകണമേ. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ആളുകൾ പ്രാർത്ഥിക്കുന്നത്, മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ഉഅ്തി മുംസികൻ തലഫ, അള്ളാഹുവേ, സമ്പത്ത് ചെലവ് ചെയ്യാതെ പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് നീ നാശം പ്രദാനം ചെയ്യണമേ എന്നാണ്. അപ്പൊ അവിടെയും സമ്പത്ത് ചെലവ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി കാരുണ്യവാനായ റബ്ബിനോട് അള്ളാഹുവിന്റെ അനുഗ്രഹീതരായ മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവ് നമ്മൾ ചെയ്യുമ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന കൂടി നമുക്ക് ലഭിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ ഹദീസുകൾ പരിശോധിച്ചാൽ മറ്റൊന്ന്, രോഗസന്ദർശനം നടത്തുന്ന ആളുകൾക്ക് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരാളൊരു രോഗിയെ രാവിലെയാണ് സന്ദർശിക്കുന്നത് എങ്കിൽ വൈകുന്നേരം വരെ 70,000 മലക്കിൻ യസ്തഗ്ഫിറൂന ലഹു ഹത്താ യുസ്ബിഹ,
വൈകുന്നേരമാണ് ഒരാൾ രോഗിയെ സന്ദർശിക്കുന്നതെങ്കിൽ പ്രഭാതം പുലരുന്നത് വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതല്ല ഇനി രാവിലെയാണ് സന്ദർശിക്കുന്നതെങ്കിലോ വൈകുന്നേരം വരെ 70,000-ഓളം മലക്കുകൾ ആ മനുഷ്യന് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്നുള്ള സമൃദ്ധമായ ഒരു തോട്ടവും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി ഒരുക്കി വെക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു രോഗിയെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെയാണ് നമ്മൾ സന്ദർശിക്കുന്നതെങ്കിൽ വൈകുന്നേരം വരെ 70,000-ഓളം അനുഗ്രഹീതരായ മലക്കുകളുടെ പ്രാർത്ഥന, ഇസ്തിഗ്ഫാറിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് ലഭിക്കുകയാണ്. അതൊരു നിസ്സാരമായി കണ്ടുകൂടാ സഹോദരന്മാരെ. അതുപോലെ തന്നെ പ്രവാചകന്റെ ഹദീസിൽ കാണാം, തൻ്റെ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയും അള്ളാഹുവിന്റെ അനുഗ്രഹീതരായ മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ നമസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, അതായത് ഒരാള് ഒരു സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തെ, ഫർദ് നമസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ വുളൂ മുറിയാത്ത സമയത്തോളം അള്ളാഹുവിന്റെ അനുഗ്രഹീതരായ മലക്കുകൾ ആ ഇരിക്കുന്ന പള്ളിയിൽ ഇരിക്കുന്ന നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അതുപോലെ തന്നെ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി, സഫിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി വളരെ സുപ്രധാനമായ മറ്റൊരു വിഷയം, സഫിന്റെ ഇടയിലെ വിടവുകൾ നികത്തുന്ന ആളുകൾക്ക് വേണ്ടി പോലും അള്ളാഹുവിന്റെ അനുഗ്രഹീതരായ മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലായി നോമ്പ് തുറപ്പിച്ചവർക്ക് വേണ്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹീതരായ മലക്കുകളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹു സ്വീകരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ആ പ്രാർത്ഥന ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വർഷം നമ്മിൽ നിന്ന് പിന്നിടുകയാണ്. ഇനിയുള്ള കാലഘട്ടം നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷം നഷ്ടപ്പെട്ടു പോയി, അതൊരിക്കലും തിരിച്ചു കിട്ടൂല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് നഷ്ടപ്പെട്ടാലും നമുക്കെല്ലാം തിരിച്ചു കിട്ടും. പക്ഷേ തിരിച്ചു ലഭിക്കാത്ത ഒരേ ഒരു കാര്യമുള്ളത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സമയങ്ങളാണ്. ഒരു സെക്കൻഡ് പോലും നമുക്കത് തിരികെ ലഭിക്കൂല എന്ന ഒരു ചിന്തയോടുകൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹീതരായ മലക്കുകളുടെയൊക്കെ പ്രാർത്ഥന ലഭിക്കാൻ ആത്മാർത്ഥമായി പണിയെടുക്കുക, പരിശ്രമിക്കുക. നമുക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നന്മകൾ ചെയ്യുക. കാരുണ്യവാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളുടെ അനുഗ്രഹീതരായ മലക്കുകളുടെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.